ഹായ്, അപ്പോൾ ഇതാണ് നമ്മുടെ 1 BHK ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ഡോറിൻ്റെ മുകളിലായിട്ട് ഇപ്പോഴത്തെ എസെൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ എസെൻഷ്യലായിട്ട് വേണ്ട നമ്മുടെ സാനിറ്റൈസറോടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റൂം എന്ന് പറയുന്നത്, ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണുള്ളത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം, അതുപോലെ ബാത്റൂം, പിന്നെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാളിൽ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ കോർണറിലായിട്ടൊരു സാൻഡാറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഷൂസൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടൊരു കബോർഡുണ്ട്. ഈ കബോർഡിന് മുകളിൽ ഒരു പെയിൻറ്റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ TV ഉണ്ട്. പിന്നെ ഇവിടുത്തെ ചുവരൊക്കെ നിറച്ച് ഞാനും നമ്മുടെ റയാനും കൂടി വരച്ച് വൃത്തികേടാക്കിയതാണ്. കാണുമ്പോൾ വൃത്തികേട് തോന്നും, പക്ഷേ കളിക്കുന്ന സമയത്തുള്ള ഒരു പ്രഷർ അതൊന്നും വേറെ തന്നെയല്ലേ. അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇതുപോലൊരു വോളിലും മിററുണ്ട്. അതിന് മുകളിലൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രെയിമൊക്കെ നമ്മൾ വേസ്റ്റ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന DIY ഫ്രെയിംസാണ്. അത് കഴിഞ്ഞ് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 4 ചെയർ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ മാറ്റ് എന്ന് പറയുന്നതും നമ്മുടെ DIY ചെയ്തേക്കുന്നതാണ്. പേപ്പർ വെച്ചിട്ട് റീസൈക്കിൾ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ചുവരിങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു ഷെൽഫുണ്ട്. അപ്പോൾ ഈ ഷെൽഫിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ UAE നാഷണൽ ഡേക്ക് ചെയ്ത DIY ബാൻഡ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഷെൽഫിൻ്റെ മുകളിലായിട്ട് നമ്മുടെ റയാൻ ബേബീൻ്റെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കപ്സ് വെച്ചിട്ടുണ്ട്. പെന്ന്, മാർക്കേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നമ്മുടെ വർക്ക് സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ DIY വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഒരു മൊബൈൽസൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചാർജിങ് സ്റ്റേഷൻ, ഇതും ബോക്സസൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ നമ്മൾ അത്യാവശ്യം മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, വേണ്ട ആൾക്കാർ കാണാട്ടോ. നമ്മുടെ ലിച്ചി സീഡും ഇതൊക്കെ വെച്ചിട്ടുള്ള DIY ഫ്ലവറാണിത്. അത്യാവശ്യം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് ഈ സ്റ്റാൻഡിലാണ്. അത് കഴിഞ്ഞ് വോളിലായിട്ട് ഒരു ഓയിൽ ബോട്ടിൽ കട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ്, ഈ ബോട്ടിലിൻ്റെ ഹാഫാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ആ ബോട്ടിലിൻ്റെ ബാക്കി ഹാഫാണ് ഇത്. അപ്പോൾ അതിൽ നമ്മൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു പിസ്ത ഷെല്ലിൻ്റെ ആർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഈ ഒരു സ്ലൈഡിങ് ഡോർ തുറന്നു കഴിഞ്ഞാൽ പുറത്താണ് നമ്മുടെ ബാൽക്കണി ഗാർഡൻ്റെ വീഡിയോ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ കാണാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി. അത് കഴിഞ്ഞ് ഈ ഒരു ചുവരിലും നമ്മൾ ഇതുപോലെ വരച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. റയാൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാൾ ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ താഴെ ഒരു ബെഡ് വെറുതെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കിച്ചൺ, ബാത്റൂം, അതുപോലെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മുടെ റയാന് ബ്ലൂ സീബ്ര പുതിയ കണ്ടുപിടുത്താണ്. അപ്പോൾ അത് വരച്ച് കൊള്ളായപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള കളേഴ്സൊക്കെ വെച്ച് ഒരു മോഡേൺ ആർട്ട് പോലെ ചെയ്തതാണിത്. പിന്നെ ഇവിടെയും ഒരു വോളായിട്ട് ബാക്കിയുള്ള ഫാബ്രിക് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച്
അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ വരുമ്പോൾ ഈ മിററിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മുടെ റയാൻ തന്നെ വരച്ചിട്ടുള്ള പെയിൻ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഹാങ്ങിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൂം കാണാം. ഇനി ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ റൂമാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂമിൽ ഇവിടെ ആയിട്ട് ഒരു ബെഡുണ്ട്, പിന്നെ വിൻഡോ, എഗെയിൻ ഒരു ഷെൽഫുണ്ട് അവിടെ. പിന്നെ ഇവിടെയാണ് പ്രെയറിൻ്റെ മാറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആംബുലൻസ് ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ റയാൻ്റെ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിംഗർ പെയിൻറ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റയാന് പഠിക്കാനൊക്കെ ആയിട്ട് ആൽഫാബെറ്റ്സും അതുപോലെ നമ്പേഴ്സും കളർ വെച്ച് പെയിൻറ് വെച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെയുമുള്ള ചോരിലൊക്കെ നമ്മുടെ റയാൻ്റെ കലാവിരുതും കലാവാസനയൊക്കെ തെളിയിച്ചിട്ടുണ്ട്. താഴെയായിട്ട് നമ്മൾ വീഴണേനും കളിക്കണേനൊക്കെ വേണ്ടിയിട്ട് ഒരു റബ്ബർ മാറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പുറത്തന്നെ നമ്മുടെ ബാത്റൂമാണ്. റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൽ ഈ സൈഡിലായിട്ട് നമ്മുടെ മോപ്പൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡുണ്ട്. ഇതൊക്കെ DIY എന്താ പറയുക, നമ്മുടെ വേസ്റ്റ് വന്നിട്ടുള്ള കേബിൾ ചാനലൊക്കെ മുറിച്ചിട്ടാക്കിയിട്ടുള്ള ഒരു ബ്രഷ് ഹോൾഡറാണ്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്, വാഷ് ബേസിൻ. ഇതാണ് നമ്മുടെ ബാത്റൂം എന്ന് പറയുന്നത്. ബാത്റൂമിലൂടെ ഒരു സ്റ്റാൻഡും ഇതും ഒരു DIY ചെയ്തതാണ്. ഈ ഒരു ബാത്റൂമിൽ മുമ്പ് നിറയെ ചെടികളായിരുന്നു, ഇപ്പം അതൊക്കെ ഒഴിവാക്കി. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതാണ് കിച്ചൺ. അതിന് മുമ്പിലായിട്ട് ഇവിടെ ഒരു ചെടിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഫ്രിഡ്ജിൻ്റെ മുകളിലുണ്ടായിരുന്നു ഒരു ലക്കി ബാമ്പു വരച്ച് വെച്ചേക്കുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ്. ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ. നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ കയറി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ആകെ മൊത്തം കിച്ചൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു മിററുണ്ട്. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഇതുപോലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പഴയൊരു സോഫ പൊട്ടിയതായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചിരവ. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചിറകൊക്കെ ചെയ്യാം. അത് കഴിയുമ്പോൾ പണിയുടെ ഇടയിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാഷ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വെള്ളമൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, മണി പ്ലാന്റ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ
ഇതിൻ്റെ താഴെയാണ് നമ്മുടെ അരി, പിന്നെ അതുപോലെ ബ്രെഡിൻ്റെ ബാസ്ക്കറ്റ്, ഫ്രൂട്ടിൻ്റെ ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഷെൽഫുണ്ട്. ഇവിടെ അത്യാവശ്യം, കാരണം ഇവിടെ പ്രവാസികളുടെ മിക്ക ആൾക്കാർക്കും അറിയുമ്പോൾ എല്ലാവരും ഒരുപാട് സൗകര്യത്തോടെ ഒന്നല്ല ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും അറേഞ്ച് ചെയ്ത് വെക്കണേ. ഇവിടെ നമ്മുടെ സീരിയൽസ് ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഒക്കെ നമ്മുടെ ചായപ്പൊടിയുടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ബോട്ടിൽ ഒഴിവാകുമ്പോൾ കാലിയാക്കി ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം ബോട്ടിൽസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്പൈസസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ റയാൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് വെറുതെ റയാൻസ് തട്ടുകട എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ചുവരിൽ ഇതുപോലെ അരിപ്പകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടിഷ്യൂ ഡിസ്പെൻസർ, ഇതുപോലെ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ പിന്നിട്ടിട്ട് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ പ്ലേറ്റ്സ് ഒക്കെ വെക്കുന്ന റാക്ക്, ഇതിൻ്റെ അകത്താണ് കപ്സ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് അമ്മയുണ്ട്, ഒരു ചെറുതായിട്ടുള്ളൊരു അമ്മ, അത്യാവശ്യം ചമ്മന്തി അരക്കാനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇത് മോട്ടറായിട്ട്, അതായത് ചതക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു സംഭവം ഇങ്ങനെയുണ്ട്. കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഒരു പൊട്ടിയ ജഗ്ഗിലൊക്കെ ആയിട്ട് മണി പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെടികളുണ്ടായിരുന്നു, ഇപ്പോൾ ഒരുപാട് കുറവാണ്. പിന്നെ ഇതാ ഇവിടെ സ്പൂൺസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫെയറിൻ്റെ ബോട്ടിൽ മുറിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. താഴെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കഴുകിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുടക്കാൻ അങ്ങനെ ഉള്ള പണികളൊക്കെ കുറഞ്ഞു കിട്ടും. അതുപോലെ നമ്മുടെ സ്ക്രബ് കാര്യങ്ങളൊക്കെ വെള്ളത്തോടിടുമ്പോൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അതും ഇതുപോലെ ഹോളാക്കിയിട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇതുപോലെ കബോർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വലിയ കത്തി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. അതുപോലെ തവി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. പിന്നെ ഇതിൻ്റെ താഴെയുണ്ട്, അവിടെ ഈ പറയുന്ന പോലെ നമ്മൾ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ മെയിൻ. പിന്നെ ഇവിടെ സ്റ്റൗ നമ്മളിതുപോലെ ഉണ്ടാക്കിയേക്കുന്ന ഒരു മേശേൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റൗ ഉണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് അവിടെ ഇങ്ങനെ ചെറിയൊരു ഷെൽഫുണ്ട്. പിന്നെ ഇത് നമ്മൾ DIY ആയിട്ട് നമ്മുടെ ഹസൻ മൂത്താപ്പ ആർട്ടിസ്റ്റാണ്, അപ്പോൾ ആളുണ്ടാക്കിയേക്കുന്നൊരു, കാരണം നമ്മൾ പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട സ്പൈസസ് പിന്നെ ഷുഗർ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷെൽഫ് അവിടെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ കിച്ചണിലേക്ക് വരുന്ന ടൈമിൽ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഇതടിച്ചിട്ട് അവിടെയാണ് നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡർ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ചൂലൊക്കെ അവിടെ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു ഇതിലാണ് നമ്മൾ ബോട്ടിലിൻ്റെ ക്യാപ്സൊക്കെ കളക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇതുപോലെ DIY പേപ്പേഴ്സ് വെച്ച് ചെയ്തിട്ടുള്ളൊരു ലോണ്ട്രി ബിന്നാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അഗെയിൻ ഒരു DIY ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ട്രാഷൊക്കെ, ഇനി റീയൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാഷൊക്കെ അതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കിച്ചണിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.